കുട്ടികളിലെ മൊബൈൽ ഫോൺ ഉപയോഗത്തിലൂടെ തന്നെയാണ് ഈ സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോമുകളിലേക്ക് വളരെ എളുപ്പം അവർ എത്തിച്ചേരുന്നതും. അപ്പോൾ മൊബൈൽ ഫോൺ ഉപയോഗം എങ്ങനെയായിരിക്കാം നമുക്ക് കുട്ടികൾക്കിടയിൽ കുറയ്ക്കാൻ സാധിക്കുന്നത്? നേരത്തെ തന്നെ പറഞ്ഞു, ശാഠ്യം പിടിക്കുന്ന അവസ്ഥയൊക്കെ തന്നെ പല വീടുകളിലുമുണ്ട്. തീർച്ചയായിട്ടും ഈ മൊബൈൽ ഉപയോഗിക്കുമ്പോൾ തലച്ചോറിലെ ഡോപ്പമിൻ എന്നൊരു രാസവസ്തു കൂടുന്നു. ഈ ഡോപ്പമിൻ കൂടുമ്പോഴാണ് ആഹ്ലാദം കിട്ടുന്നത്. ആ ആഹ്ലാദം കിട്ടാനാണ് വീണ്ടും വീണ്ടും അത് ഉപയോഗിക്കുന്നത്. അപ്പോൾ ഓൺലൈൻ ഗെയിമുകളിലെ ചടുലമായ രംഗങ്ങൾ കാണുമ്പോൾ ഈ ഡോപ്പമിൻ പൊടുന്നനെ ഉയരുകയും അതിൻ്റെ ഉപയോഗ സമയം കഴിയുമ്പോൾ അത് പൊടുന്നനെ താഴുകയും ചെയ്യും. പക്ഷേ നമുക്ക് ആരോഗ്യകരമായ രീതിയിൽ ക്രമമായി ഡോപ്പമിൻ കൂട്ടി ആ കൂടിയ അളവ് ദീർഘനേരം നിലനിർത്തി വളരെ സാവധാനം കുറഞ്ഞു വരുന്ന ഒരു അവസ്ഥയിലേക്ക് എത്തിക്കാൻ കഴിയുന്ന ഒരുപാട് കാര്യങ്ങൾ നിത്യജീവിതത്തിലുണ്ട്. ചിട്ടയായ ഒരു വ്യായാമം, 2 മണിക്കൂറെങ്കിലും കായിക വ്യായാമം കുട്ടികൾക്ക് ഉറപ്പുവരുത്തുക. നമ്മുടെ നാട്ടിലറിയാം, വളരെ ചെറിയ ക്ലാസ് തൊട്ട് തന്നെ നിരവധി ട്യൂഷനുകൾക്കും മറ്റു പല പരിശീലനങ്ങൾക്കും വിട്ടിട്ട് കായിക വ്യായാമത്തിൻ്റെ സമയം പൂജ്യമായ ഒരു അവസ്ഥയിലാണ് നമ്മൾ പോകുന്നത്. അപ്പോൾ 2 മണിക്കൂറെങ്കിലും നിരന്തരമായ കായിക വ്യായാമം, വളരെ ചെറിയ പ്രായത്തിൽ തൊട്ട് തന്നെ വിവിധ പ്രായത്തിലുള്ള ആൾക്കാരുമായിട്ട് ഇടപെടാനും അവരുടെ ജീവിത അനുഭവങ്ങൾ കേൾക്കാനും അതുവഴി ജീവിതം പഠിക്കാനുമുള്ള അവസരം, കുട്ടികളുടെ സർഗാത്മകമായ കഴിവുകൾ തിരിച്ചറിഞ്ഞ് അത് പരിപോഷിപ്പിക്കാൻ അവരുടെ അഭിരുചിക്കനുസരിച്ച്, മാതാപിതാക്കളുടെ അഭീഷ്ടത്തിനനുസരിച്ചല്ല, കുട്ടികളുടെ അഭിരുചിക്കനുസരിച്ചിട്ടുള്ള സർഗാത്മകമായ പരിപോഷണ ശ്രമങ്ങൾ, ഇത്തരത്തിലുള്ള ഒരുപാട് കാര്യങ്ങൾ വഴി ആരോഗ്യകരമായ അളവിൽ ഡോപ്പമിൻ കൂട്ടാം. ഇത്തരത്തിൽ പരിശീലനം നേടുന്ന അല്ലെങ്കിൽ ഇത്തരത്തിലുള്ള ജീവിത സാഹചര്യങ്ങളിലൂടെ കടന്നു പോകുന്ന കുട്ടികൾ സ്വാഭാവികമായും മൊബൈൽ ഫോൺ അടിമത്വത്തിലേക്ക് പോകാൻ സാധ്യത കുറവാണ് എന്ന് പഠനങ്ങളും അനുഭവങ്ങളും ഒരുപോലെ സൂചിപ്പിക്കുന്നു. അതുകൊണ്ട് തന്നെ തീർച്ചയായിട്ടും കുറച്ച് സമയം കുട്ടികൾക്ക് വേണ്ടി ചെലവഴിക്കേണ്ടത് അത്യാവശ്യമാണ്. എത്ര തിരക്കുള്ള മാതാപിതാക്കളാണെങ്കിൽ പോലും ആ സമയം ചെലവഴിക്കുന്ന സമയം വളരെ ക്രിയാത്മകമായ രീതിയിൽ കുട്ടികൾ ഈ പറഞ്ഞ ആരോഗ്യകരമായ ഡോപ്പമിൻ വർദ്ധിപ്പിക്കുന്ന പ്രവർത്തനങ്ങളിൽ ഏർപ്പെടുന്നു എന്ന് ഉറപ്പുവരുത്തിയാൽ ഇത്തരത്തിലുള്ള ദുരന്തങ്ങളെ നമുക്ക് തടയാൻ സാധിക്കും.